ഏതെങ്കിലും വിധത്തിൽ ഈ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടവരെ കാഫിറാക്കണം. കുഫ്രിയത്തിൽ കുറഞ്ഞ ആരോപണം പറയുന്നത് കുറവാണ്. ഈ നയത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ പ്രസംഗിച്ചത്. AP ഉസ്താദ് അംഗീകരിച്ചു പറഞ്ഞ ജിദ്ദയിലെ SYS നേതാവ് സഅദിയുടെ പ്രസംഗം വളരെ ദുഃഖമുണ്ട്. മദനി സാഹിബിന്റെ പ്രസംഗത്തെ, അദ്ദേഹത്തെ കുഫ്രിയത്ത് ആരോപിക്കാൻ എന്ത് കാരണം കിട്ടും? ഒരു കാരണവും ഇല്ലാതെ വന്നപ്പോൾ മദനി പറയാത്ത കാര്യം പച്ചക്കളവായി മദനി പറഞ്ഞു എന്ന് പ്രസംഗിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ പോയാൽ എന്തായിരിക്കും കാര്യം? മദനി പറയാത്ത കാര്യം ഒരു വാക്ക് മദനി പറഞ്ഞു എന്ന് നാണമില്ലാതെ പറയാ. മദനിയുടെ 1.25 മണിക്കൂർ കേരളം മുഴുവൻ കേട്ടതല്ലേ? എന്നിട്ട് കുഫ്രിയത്ത് ആരോപിക്കുക, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുക. സഅദിയുടെ പ്രസംഗം കേൾക്കും. ഇയാളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിപുരുഷനാണ് എന്നാണ് മഅദനി സാഹിബ് പ്രസംഗിച്ചിരിക്കുന്നത്. തങ്ങളുടെ പ്രതിപുരുഷനായി നാം കാണണം. ഷെയ്ഖ് മുസ്താർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പകർന്നു തരുന്ന ഇൽമു ലദുനിയായ അഭ്യുന്നത്തിലും ലോകത്തിന്റെ മുന്നിൽ എത്തിച്ചു തരുന്ന മഹാനായ ഷെയ്ഖ് മുസ്താർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെ പ്രതിപുരുഷനാകാതിരിക്കും? മഅദനി സാഹിബ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആ പദം പ്രയോഗിച്ചെന്ന് എനിക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് ബോധപൂർവമാണ് പറഞ്ഞത് എങ്കിൽ അത് ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് വാക്യം പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധുനിക കാലഘട്ടത്തിലുള്ള പ്രതിപുരുഷനാണ് ഈ കാണുന്ന ഷെയ്ഖ് മുഖ്താർ എന്ന് മഅദനി സാഹിബ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇറക്കിയ കാസറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഇത് ബോധപൂർവമാണ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അയ്യുക്കും മിസ്ലി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, മഅദനി സാഹിബ് ബുഖാരി ഒന്ന് പഠിച്ചു നോക്കണം. ജയിലിലായപ്പോ ആ ബുഖാരി എന്നെങ്കിലും ഒന്ന് പഠിച്ചു നോക്കിയൂടായിരുന്നോ? അയ്യുക്കും മിസ്ലി എന്നാൽ പ്രതിപുരുഷൻ ഇല്ലാന്നാ. ഈ പദം ഉപയോഗിച്ചത് ബോധപൂർവമാണെങ്കിൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന്, ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി പിന്നെ പറയുന്നുണ്ട്, ഈമാനിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? പ്രതിപുരുഷൻ എന്നാൽ അതിന്റെ അർത്ഥം പ്രതിനിധി എന്നാണ്. ശബ്ദധാരാവലിയിലും മലയാള നിഘണ്ടുവിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഖലീഫ എന്നതിന് പകരം ഉപയോഗിക്കുന്ന മലയാളത്തിലെ ഒരു പര്യായമാണത്. പക്ഷേ എങ്ങനെയെങ്കിലും ഹദീദോദി കുഫ്രിയത്ത് ആരോപിക്കാൻ കണ്ടുപിടിച്ച ഈ ശ്രമത്തിൽ അവസാനം പ്രസംഗിക്കുമെന്ന് തന്നെ കക്ഷിക്ക് തോന്നി. പ്രതിപുരുഷൻ എന്ന് പറഞ്ഞതിന് കാഫറാക്കിയാൽ പോരാ, മഅദനി പറയാത്ത ഒരു പ്രതിരൂപം തന്റെ വക കെട്ടിയുണ്ടാക്കുക. മഅദനി പ്രതിരൂപം എന്ന് പറഞ്ഞിട്ടേയില്ല പ്രസംഗത്തിൽ എവിടെയും. പ്രതിരൂപം എന്ന് പറയുമ്പോൾ അർത്ഥം മാറും. അങ്ങനെ മഅദനി പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് കാഫറാക്കാണ്. എന്നാൽ പ്രതിപുരുഷൻ എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പേരോട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. സഅദി തന്നെ പ്രതിരൂപം എന്ന് കരുതിക്കൂട്ടി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കാത്ത ഒരു പദം ഒരാളെ പേരിൽ വെച്ച് കെട്ടിയാൽ കാഫറാക്കാൻ എളുപ്പമല്ലേ? അല്ലെങ്കിൽ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പം എവിടെ ഉള്ളത്? ശബ്ദതാരാവലി എല്ലാ നിഘണ്ടുവിലും അത്രയല്ലേ അർത്ഥമുള്ളൂ, പ്രതിനിധി. എന്നാൽ പ്രതിരൂപം എന്ന് മഅദനി പറഞ്ഞു എന്ന് 2 തവണ വെച്ച് കെട്ടുകയാണ്, എന്നൊരു കാഫറാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധുനിക കാല പ്രതിനിധിയാണ്, പ്രതിരൂപമാണ് ഷെയ്ഖ് മുഖ്താർ എന്ന് നിങ്ങൾ പറഞ്ഞതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. പ്രതിരൂപമാണ് ഷെയ്ഖ് മുഖ്താർ എന്ന് നിങ്ങൾ പറഞ്ഞതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അത് ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോവാൻ കാരണമാകുന്ന വാക്കുകളാണ്, ഗൗരവമാണത്. റസൂലുള്ള പറയുന്നു, അയ്യുക്കും മിസ്ലി, ഓ എന്നെപ്പോലെ. മിസ്രി എന്ന് പറഞ്ഞാൽ പ്രതിപുരുഷന്മാര് എന്നാണ്. റസൂലുള്ളാഹിന്റെ പ്രതിരൂപമാവുമ്പോ, റസൂലുള്ളാഹിന്റെ പ്രതിരൂപമെന്ന് പറഞ്ഞ രൂപം, റസൂലുള്ളാഹിന്റെ പ്രതിരൂപമാവുമ്പോ, റസൂലുള്ളാഹിന്റെ പ്രതിരൂപമെന്ന് പറഞ്ഞ രൂപം, റസൂലുള്ളാഹിന്റെ പ്രതിരൂപം എന്ന് പറഞ്ഞ മഅദനി സാഹിബിന്റെ പ്രസംഗത്തിൽ പ്രതിരൂപം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. കരുതി കൂട്ടി പറയാത്ത വാക്കുണ്ടാക്കുക, എന്നിട്ട് കുഫ്ർ ആരോപിക്കാം. ചെറിയ സംഭവമാണോ അത്? പേടിയാകുന്നു. ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഹൽവ എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അൽ ഇമാം മുസ്തഫൽ ഖിർമാനി റളിയല്ലാഹു അൻഹു 809 വഫാത്തായ ആളാണ്. അദ്ദേഹത്തിന്റെ വിലായത്തും ഇൽമും ചില പണ്ഡിതന്മാർക്ക് അസൂയയായി.
അപ്പൊ അദ്ദേഹം നാട്ടിൽ വളരാനും ഉയരാനും പാടില്ല എന്ന് തോന്നി. അപ്പൊ അദ്ദേഹത്തിന്റെ കിതാബിൽ അവർ ചെയ്തത് ഓർമ്മ വരികയാണ്. അദ്ദേഹം ഫിഖ്ഹിന്റെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ ഇമാം മുസ്തഫ ഖിർമാനി റളിയല്ലാഹു അൻഹു. അതില് മലമൂത്ര വിസർജന മര്യാദ എഴുതിയെടുത്ത് ആ ഇമാമ് നല്ല നിലക്ക എഴുതിയത്, വലാ യസ്തഖ്ബിലു ശംസ വൽ ഖമറ വലാ യസ്തദ്ബിറുഹുമാ. മലമൂത്ര വിസർജന സന്ദർഭത്തിൽ സൂര്യനും ചന്ദ്രനും അഭിമുഖമാവരുത്, പിന്തിരിയരുത് എന്ന ഒരു ലഫ്ള് സാധാരണ ഉപയോഗിക്കുന്ന. ഫസാദു ഫീ കലാമിഹി. ആ കാലഘട്ടത്തിലെ അസൂയാലുക്കളായ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ കിതാബ് പതുക്കെ പുറത്തെടുത്തു. എന്നിട്ട് അവർ കൂട്ടിക്കൊടുത്തു, ലിഅന്ന ഇബ്രാഹിമൽ ഖലീൽ കാന യഅബുദുഹുമാ. എന്തുകൊണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാം അവയ്ക്ക് ആരാധിക്കാറുണ്ടായിരുന്നു. ഈ ഒരൊറ്റ പദം പിന്നീട് അന്നത്തെ പണ്ഡിതന്മാരുടെ കമ്മിറ്റി കൂടി ഈ പണ്ഡിതന്റെ കിതാബ് കോടതിയിൽ ഹാജരാക്കി. കോടതി അദ്ദേഹം കാഫിറാണെന്ന് വിളിച്ചു, കൊല്ലാൻ വിധിച്ചു. കാരണം കോടതിയും കൊല്ലുന്നവരും വിധിക്കുന്നവരും കിതാബിൽ മായം ചേർക്കുന്നവരും ഒക്കെ ഒരു കൂട്ടരാകുമ്പോൾ അതൊക്കെ നടക്കുമല്ലോ. അങ്ങനെ ആ മഹാൻ രാത്രിക്ക് രാത്രി മിസ്റിൽ നിന്ന് സ്വകാര്യമായി നാട് കടന്ന് രക്ഷപ്പെട്ടതാണ് എന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മതപണ്ഡിതന്മാരിൽ ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിപ്പോയിട്ടുണ്ട്. എന്തൊരു കാടത്തമാണിതൊക്കെ. പ്രതിരൂപം എന്ന് മഅദനി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന നിലക്കാണോ ഈ ഹദീസ് ഓതിയിട്ട് പ്രസംഗിക്കുന്നത്? അതുപോലെ ഓരോന്ന്. എന്നാൽ പ്രതിപുരുഷൻ എന്ന് പറയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല എന്ന് പേരോടിന്റെ പ്രസംഗത്തിൽ മഅദനിയെ ഉദ്ധരിച്ചുകൊണ്ടും അല്ലാതെയും പ്രതിപുരുഷൻ എന്ന് ഖലീഫയുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ അവകാശവാദം ഉന്നയിക്കുന്ന കക്ഷി, അദ്ദേഹത്തിന്റെ ജന്മം 1902. ആ ഷെയ്ഖ് ഉസ്മാൻ അല്ലെങ്കിൽ മുഹമ്മദ് ഉസ്മാൻ അബ്ദു അൽ ബുർഹാനി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ആരെയാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി പ്രതിപുരുഷനായി അദ്ദേഹം നിശ്ചയിച്ചത്? ആരെയാണ്? ഇവിടെ മഅദനിയോട് കക്കാട് ഫൈസി പറഞ്ഞു കൊടുത്തത് അത് എന്റെ ഷെയ്ഖ് മുഖ്താറിനെയാണ് പ്രതിപുരുഷനായി ഖലീഫയായി നിശ്ചയിച്ചത് എന്നാണ്. ഇങ്ങനെ ഓരോ തമാശ കാസറാക്കൽ അങ്ങനെ. എന്നാൽ അതിനേക്കാളും വലിയ തമാശ, മാസങ്ങൾക്കനുസരിച്ച് ഇവർക്ക് മാറ്റം വരുന്നുണ്ട്. നല്ല മാറ്റമാണെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു. എന്നാൽ നല്ല മാറ്റമല്ല. ഈ ത്വരീഖത്തിന്റെ ഹക്കായ വളർച്ച കൂടുന്തോറും നല്ല മാറ്റമല്ല അസൂയാലുക്കളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. പേരോട് പ്രസംഗിച്ച ഏറ്റവും വലിയ ഒരബദ്ധം നോക്കി നിങ്ങൾ. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു അല്ല, മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാരിസ് ഖലീഫ എന്ന് ഇയാൾ തട്ടിവിടുന്നുണ്ട്. പ്രസംഗത്തിൽ വളരെ കൂടുതൽ പറയുന്നുണ്ട്. ബുർഹാനിയ്യക്കാരുടെ സൈറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുഡാനിലെ ഖുർത്തൂമിൽ 1983 ഏപ്രിൽ 4-ാം തീയതി വഫാത്തായ ആളാണ്. സ്വാഭാവികമായും വലിയ ആളുകൾ മശായിഖന്മാർ വഫാത്തായാൽ അവരുടെ ത്വരീഖത്തിൽ വ്യത്യസ്ത ഫുറൂഉകൾ ഉണ്ടാകാം. അതൊക്കെ സാധാരണ ഉള്ളതാണ്. ഖാദിരിയ്യത്ത് എത്രയുണ്ട് ഫറഉകളായിട്ട്, ഷാദിലിയ്യത്ത് എത്രയുണ്ട്, ഇതുപോലെ ഉണ്ടാവാം. അപ്പൊ മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാരിസ് ആരാണ്? അത് അദ്ദേഹത്തിന്റെ തന്നെ കലാമിലൂടെ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് തീർച്ചയാണ്. പക്ഷേ വലിയ തമാശ എന്താണ്? ഇപ്പൊ അദ്ദേഹം പ്രസംഗിക്കുന്നത് വാരിസ് സുഡാനിലുള്ള മക്കളാണ്, സുഡാനിലുള്ള മകനാണ്. അതിനെന്താ തെളിവ്? മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്ന മകനാണ്. അപ്പൊ ഈ ഇബ്രാഹിം എന്ന മകനാണ് എന്ന് പേരോട് ഇപ്പൊ കണ്ടെത്തിയ ഈ കണ്ടെത്തൽ വല്ലാത്ത സങ്കടമുണ്ട്. 2 വർഷം മുമ്പ് വടകരയെന്ന് പ്രസംഗിച്ചപ്പോൾ ഈ ഇബ്രാഹിം സുഡാൻകാരനല്ല, ഈ ഇബ്രാഹിം മിസ്രിയുമല്ല, ഈ ഇബ്രാഹിം ആരാന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? 5-6 കൊല്ലം മുമ്പ് ഈ ഷറാബുൽ വസ്ലി എന്ന കക്കാട് ഫൈസ് കൊണ്ട് നടക്കുന്ന കിതാബില്ലേ, ഇത് പേരോടിന്റെ കയ്യിലുണ്ടല്ലോ. അതിന്റെ ഒറിജിനൽ കോപ്പിയുണ്ട്, അതിന്റെ ഫോട്ടോ കോപ്പിയുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥമെങ്കിലും പഠിക്കണ്ടേ? അറബി പഠിക്കണം എന്ന് ഇന്നെ പഠിപ്പിച്ചാൽ മതിയോ? ഇബ്രാഹിമ മിൻ ഖബ്ലു റുഷ്ദഹു ഫമാ ഹുവ ഇല്ലാ ഫൽവതി വാതിയതി എന്ന് ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലിയത് അവിടുത്തെ കലാം മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ കൗലായിട്ട് അവിടുത്തെ നാവിലൂടെ ലോകം കേട്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ചങ്ങാതി പറയാണ് ഇബ്രാഹിം നബിക്ക് ഇയാൾ അത്